ഹായ് ഹലോ എല്ലാവർക്കും ഷറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി, 5 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു 5 തക്കാളി ഉണ്ട്. പിന്നെ പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ട്. വിനാഗിരി ഒരു 85 ml ആണുള്ളത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്, അതൊരു 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇവിടെ ഒരു ടീസ്പൂൺ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തക്കാളിയുടെ മോൾ ഭാഗം ഉണ്ടല്ലോ, നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുക. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ തക്കാളിയും അതുപോലെ അങ്ങനെ ഇടുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഒത്തിരി പേര് കമൻസൊക്കെ അയക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് എനിക്കതിൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എന്താ പറയുക ഊർജ്ജം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് ഒരുപാട് ചെറുതാക്കുന്നുണ്ട്, നമ്മൾ എന്തായാലും വേവിക്കുകയാണല്ലോ. അപ്പം ഇത് പെട്ടെന്ന് തക്കാളി ആണെങ്കിൽ ഒരു 4 വിസിൽ ഇട്ടാൽ നന്നായിട്ട് വേവണം. 3-4 വിസിൽ അത് മതി. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. നമുക്കിതിന് വേവിക്കാം. ഒരു 3-4 വിസിൽ, ഞാൻ 4 വിസിലാണ് കേൾപ്പിച്ചത്, അത്രയും മതി. സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇടുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇനി 4 വിസിൽ. ഓക്കെ, അത് നന്നായി വെന്ത് കഴിഞ്ഞു. വെന്ത് ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് ചൂട് കാരണം തെറിക്കാൻ സാധ്യതയുണ്ട്, അറിയാമല്ലോ. അപ്പം ഞാനത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കണം. അതിൻ്റെ എന്താ പറയുക, ആ വിത്തുണ്ടല്ലോ, അത് മാത്രമേ ബാക്കി അരിച്ച് കഴിയുമ്പോൾ കിട്ടുള്ളൂ, അത് കളയണം. എന്നിട്ട് നല്ല ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് ചൂട് ആയി വരുമ്പോൾ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ മധുരം കൂടുതലിടാം, കുറവ് മതിയെങ്കിൽ കുറവിടാം. ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമല്ലോ. നന്നായിട്ട് ഇളക്കണം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇതൊക്കെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. ഞാനിപ്പോൾ കളറും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചധികം സമയം നന്നായിട്ട് അത് വേവാൻ എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടെ ചെറിയൊരു കുത്തൽ പോലെ നമുക്ക് തോന്നും. അപ്പം നന്നായിട്ടത്
ചൂടായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുത്തലുണ്ടാവും. അപ്പം കുറച്ചധികം സമയം നമ്മളിങ്ങനെ ഇളക്കി എടുക്കുക, അടുപ്പിൽ വെക്കുക. കണ്ടിപ്പോൾ ആ ഒരു കളറ് വന്നിട്ടുണ്ട് അല്ലേ? ഇനി വിനാഗിരിയാണ് ഇതിന് പുളി കൊടുക്കുന്നത്. പിന്നെ അറിയാമല്ലോ, പ്രിസർവേറ്റീവ് ആണല്ലോ, അതുകൊണ്ട് വിനാഗിരി മസ്റ്റാണ്. പിന്നെ ഉപ്പ്, അതിനോട് അധികം ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ആ ഒരു ടെക്സ്ചറൊക്കെ ചുപ്പൻ്റെ ആ ടെക്സ്ചർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കുറുകിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ, കുറേ നാൾ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പം അതിപ്പോൾ എടുത്തതിൻ്റെ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ കെച്ചപ്പ് റെഡിയാണ്. ഓക്കെ, അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.